ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് വൺ വേ അനോവ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ കറക്ഷൻ ഫാക്ടർ മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് വൺ വേ അനോവ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വൺ വേ അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലി വൺ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയൻസ് അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്, വൺ വേ അനോവ. അവിടെ നമ്മൾ ഒരു ക്രൈറ്റീരിയ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഉപയോഗിക്കുന്നുള്ളൂ. അത്തരം കണ്ടീഷൻസിന് പറയുന്ന പേരാണ് വൺ വേ അനോവ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ വേ അനോവ ചെയ്യുന്ന പ്രൊസീജിയറാണ് കറക്ഷൻ ഫാക്ടർ മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം. അപ്പോൾ ഫസ്റ്റ് വണ്ണേ നമ്മൾ ഹൈപ്പോസ് സെറ്റ് ചെയ്ത് വെക്കണം. സെക്കൻഡ് വണ്ണേ ഒരു കറക്ഷൻ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. T² / N എന്നുള്ളൊരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, കറക്ഷൻ ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. തേർഡ് വണ്ണേ SST ഫൈൻഡ് ഔട്ട് ചെയ്യുക, സം സ്ക്വയർ ഓഫ് ടോട്ടൽ. അതായത് സം സ്ക്വയർ ഓഫ് ടോട്ടൽ മൈനസ് കറക്ഷൻ ഫാക്ടറാണ് SSTൻ്റെ ഇക്വേഷന്. അത് കഴിഞ്ഞിട്ട് SSCയും SSEയും എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ഈ വാല്യൂ നമ്മളെന്ത് ചെയ്യണം, നമ്മുടെ അനോവ ടേബിളിലേക്ക് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, MSCയും MSEയും എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് മൊത്തം എന്ത് ചെയ്യുക, അനോവ ടേബിളിലേക്ക് പോസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എഫ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കിട്ടിയിട്ടുള്ള എഫ് റേഷ്യോ നമ്മൾ ടേബിൾ വാല്യൂ വെച്ചിട്ട് കമ്പയർ നടത്തിയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൺ വേ അനോവയ്ക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലമാണ് The following table gives the yield on 15 sample plot under 3 varieties of seeds. Make an analysis of variance. Data എന്നിട്ടുണ്ട് PQR. അപ്പോൾ ഇവിടെ ഓൺലി വൺ കൺസിഡറേഷൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഫോളോ ചെയ്തിട്ടുള്ളൂ, സീഡ്സ് എന്നുള്ളൊരു കാര്യം മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്, ഒരു വൺ വേ അനോവൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളൊരു വൺ വേ അനോവ ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കാം, നമ്മൾ എങ്ങനെയാണ് വൺ വേ അനോവ ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി ആ ക്വസ്റ്റ്യന് കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു, താഴോട്ട് ഒരു ടേബിൾ ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ X1 X2 X3 നമുക്ക് കിട്ടിയിട്ടുള്ള സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തു, X1 X2 X3 എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി അതിന്റെ സമ്മപ്പ് കാണണം, അതായത് ഓരോ കോളത്തിന്റെയും സമ്മ് ടോട്ടൽ കാണണം. അതോടൊപ്പം ഓരോ വാല്യൂന്റെ സ്ക്വയർ കണ്ടിട്ട് അതിന്റെ സമ്മ് എന്ത് ചെയ്യണം, കണ്ടുവെക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നെക്സ്റ്റ് വരുന്ന കോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ X1ന്റെ സ്ക്വയർ കാണണം, X2ന്റെ സ്ക്വയർ കാണണം, X3ന്റെ സ്ക്വയർ കാണണം. ഇതാണ് നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ്. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസിന് എന്ത് ചെയ്യണം, സ്ക്വയർ കാണണം, എന്നിട്ട് അതിന്റെ സമ്മ് കണ്ടെത്തി വെക്കണം. ഇതാണ് നെക്സ്റ്റ് വരുന്ന പ്രോസസ്. അപ്പൊ നമ്മളിവിടെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഫസ്റ്റ് വണ്ണേ ഓരോ കോളത്തിന്റെയും സമ്മ് കണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് X1 X2 X3 സമ്മ് കണ്ട് 90, 85, 125 എന്ന വാല്യൂ കിട്ടി. നെക്സ്റ്റ് ഇതിന്റെ ഓരോന്നിന്റെയും സ്ക്വയർ കണ്ട് 18ന്റെ സ്ക്വയർ 324, 19ന്റെ സ്ക്വയർ 361, 22ന്റെ സ്ക്വയർ 441, അങ്ങനെ ഓരോ വാല്യൂവിന്റെ സ്ക്വയർ കണ്ട് ആ കോളം ചെയ്തു, സമ്മപ്പ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട വൺ വേ അനോവ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് പ്രോസസ് ഇതാണ്. കിട്ടിയ ടേബിൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് പകർത്തി എഴുതുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, വാല്യൂസിന് സ്ക്വയർ കാണാം, സമ്മപ്പ് കാണാം. ഇനി ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വൺ വേ അനോവ ചെയ്യാനുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വണ് നമ്മൾ ഹൈപ്പോസ് സെറ്റ് ചെയ്യാം. അതായത് H0 is equal to the all variances are ഈക്വൽ. അതായത് നമ്മുടെ എല്ലാ വേരിയൻസും എന്താണ്, ഈക്വൽ ആണ്. ഇവിടെ 3 വാല്യൂസ് ആണ്, ഈ 3ന്റെ വേരിയൻസ് എന്താണ്, ഈക്വൽ ആണെന്ന് കാണിക്കണേ. ആ ഫസ്റ്റ് വൺ കാണിച്ചു, ദ ഓൾ വേരിയൻസസ് ആർ ഈക്വൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കറക്ഷൻ ഫാക്ടർ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഫസ്റ്റ് വണ് കറക്ഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു T² / N. അതായത് T² എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഓഫ് ഓൾ ഒബ്സർവേഷൻ, അതാണ് T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ കാണാം. അതോടൊപ്പം ഇവിടെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര ഒബ്സർവേഷൻ ഉണ്ടോ അത്. ഓക്കെ, അപ്പൊ T² വാല്യൂ വേണമെങ്കിൽ കാണിക്കാം. T² / N is equal to ടോട്ടൽ ഓഫ് ഓൾ observation
ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്നാല് ഈ ഫസ്റ്റ് കോളത്തിന്റെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട് 90 പ്ലസ് സെക്കൻഡ് കോളത്തിന് കിട്ടിയിട്ടുണ്ട് 85 പ്ലസ് തേർഡ് കോളം കിട്ടിയിട്ടുണ്ട് 125 ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ ഉള്ള n ഫസ്റ്റ് കോളത്തിൽ 5 ആണ് 10 15 അപ്പൊ ടോട്ടൽ n എന്ന് പറയുമ്പോൾ 15 ഈ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ടി സ്ക്വയർ കിട്ടുന്ന വാല്യൂ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് 100,000 ഡിവൈഡ് ബൈ 15 ഈസ് ഈക്വൽ ടു 6000 എന്നുള്ള വാല്യൂ എന്തിന് ഈക്വൽ ആണ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അതാണ് നമ്മുടെ കറക്ഷൻ ഫാക്ടർ. അപ്പൊ കറക്ഷൻ ഫാക്ടർ കിട്ടിയാണ് ടോട്ടൽ ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ ഓഫ് സ്ക്വയർ ഉണ്ട് അവിടെ ടോട്ടൽ സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ആ ടോട്ടൽ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതിനെ സമ്മപ്പ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ട് അതിന്റെ എണ്ണം കൊണ്ട് അതായത് ഇവിടുത്തെ n എന്ന് പറഞ്ഞെങ്കിൽ 15 ആണ് 15 ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ടി സ്ക്വയർ ഡിവൈഡ് ബൈ n എന്നുള്ള വാല്യൂ 6000 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SST ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. SST എന്നുള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പൊ SST എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം സ്ക്വയർ ഓഫ് ടോട്ടൽ എന്നുണ്ടെങ്കിൽ ഇതിലെ വന്നിട്ടുള്ള സ്ക്വയർ ഉണ്ട് അതിന്റെ ടോട്ടൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ SST കാണുന്നത്. അപ്പോ SST ഈസ് ഈക്വൽ ടു സം സ്ക്വയർ ഓഫ് ഓൾ ഒബ്സർവേഷൻ മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അതായത് ഇതിലെ എല്ലാ വാല്യൂവിനും സ്ക്വയർ കണ്ടിട്ട് അതിന് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ച ടി സ്ക്വയർ വാല്യൂ ലെസ് ചെയ്യാം. കാണാന്നുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു സിഗ്മ ഇവിടെ കിട്ടിയിട്ടുണ്ട് x1 സ്ക്വയർ സിഗ്മ x1 സ്ക്വയർ പ്ലസ് സിഗ്മ x2 സ്ക്വയർ പ്ലസ് സിഗ്മ x3 സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ആ വാല്യൂ ആണ് എന്ത് SST കാണാനുള്ള ഇക്വേഷന്. ഇനി അതിലേക്ക് നമ്മൾ വാല്യൂ എന്ത് ചെയ്യണേ പോസ്റ്റ് ചെയ്യണേ. ഈസ് ഈക്വൽ ടു സിഗ്മ 1 സ്ക്വയർ കിട്ടിയിട്ടുണ്ട് 1646 പ്ലസ് നെക്സ്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട് 1503 പ്ലസ് 3181 മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n കിട്ടിയിട്ടുണ്ട് 6000. ഓക്കെ, അപ്പൊ നമുക്ക് SST ന്റെ വാല്യൂ കിട്ടി. SST ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി SST ഈസ് ഈക്വൽ ടു 330 എന്നുള്ളൊരു വാല്യൂ കിട്ടി. അപ്പൊ ഈ വാല്യൂ എന്താണ് SST എന്നുള്ള വാല്യൂവിന് ഈക്വൽ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മൾ ടി സ്ക്വയർ കറക്ഷൻ ഫാക്ടർ കണ്ടെത്തി അത് 6000 എന്നുള്ള വാല്യൂ കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പ് SST കാണാനാണ് അത് 330 എന്നുള്ളൊരു വാല്യൂ കിട്ടി. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പാണ് SSC കാണാനാണ്. സം സ്ക്വയർ ഓഫ് കോളം അതായത് കോളത്തിന്റെ വാല്യൂ എന്ത് ചെയ്യാണ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ പറഞ്ഞെങ്കിൽ സിഗ്മ x1 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n പ്ലസ് സിഗ്മ x2 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n പ്ലസ് സിഗ്മ x3 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അപ്പൊ ഇവിടെ x3 ഇനി ഒരു വാല്യൂ വരികയാണെങ്കിൽ അതായത് കോളത്തിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും x4 ആവും x5 ആവും x6 ആവും. അങ്ങനെ വാല്യൂ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് നമ്മളെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. സിഗ്മ x1 എന്ന് കിട്ടിയിട്ടുണ്ട് 90. ഓക്കെ, 90 സ്ക്വയർ ഡിവൈഡഡ് ബൈ അവിടുത്തെ n ഇവിടെ ടോട്ടൽ വരുന്ന n എന്ന് പറഞ്ഞാല് 5 പ്ലസ് നെക്സ്റ്റ് വാല്യൂ 85 85 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 5 പ്ലസ് നെക്സ്റ്റ് വാല്യൂ 125 ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 5 മൈനസ് 6000. ഓക്കെ, ഈസ് ഈക്വൽ ടു കണ്ടിട്ട് അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂ മൊത്തം ആഡ് ചെയ്ത് അതിൽ നിന്ന് 6000 ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 190 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്തിന് ഈക്വൽ ആണ് SSC എന്നുള്ളൊരു വാല്യൂന് ഈക്വൽ ആണ്. അപ്പൊ നമ്മളുടെ 3 വാല്യൂ കണ്ടെത്തി. ഫസ്റ്റ് വണ് കറക്ഷൻ ഫാക്ടർ കിട്ടി 6000, തേർഡ് വണ് സെക്കൻഡ് വണ് SST കിട്ടി 3300, തേർഡ് വണ് SSC കിട്ടി 190. ഇനി ഇവിടെ നെക്സ്റ്റ് കാണുന്നത് തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ആണ്.
4 is equal to, അതായത് ഫോർത്ത് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ എസ് എസ് ഇ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സം സ്ക്വയർ ഓഫ് എലമെന്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണേ വിത്തിൻ സാമ്പിളിന്റെ ഉള്ളിലുള്ള വേരിയൻസ് എത്രയെന്ന് എന്ത് ചെയ്യണേ ഫൈൻഡ് ഔട്ട് ചെയ്യണേ. അപ്പൊ എസ് എസ് സി ഇസ് ഈക്വൽ ടു എസ് എസ് ടി മൈനസ് എസ് എസ് സി ഈസ് ഈക്വൽ ടു എസ് എസ് ടി കിട്ടിയിട്ടുണ്ട് 330 മൈനസ് എസ് എസ് സി കിട്ടിയിട്ടുണ്ട് 190. നമുക്ക് 140 എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കിട്ടിയ വാല്യൂ മൊത്തം എന്ത് ചെയ്യാം, നമ്മുടെ അനോവ ടേബിളിലേക്ക് പ്രസന്റ് ചെയ്യാം. അതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യണേ ഇവിടെ ചെയ്യാനുണ്ട്. ഇനിയും ഇവിടെ കുറച്ച് പ്രോസസ്സും കൂടി ഉണ്ട്, എം എസ് സിയും എം എസ് ഇയും കാണാനുണ്ട്. അത് ഏറ്റവും നല്ലത് നമ്മൾ അനോവ ടേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്യലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും വാല്യൂസ് നമ്മുടെ കിട്ടിയിട്ടുള്ള വാല്യൂ നമ്മുടെ അനോവ ടേബിളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ അനോവ ടേബിള്. സോഴ്സ് ഓഫ് ഡാറ്റ, സം സ്ക്വയർ, ഡിഗ്രി ഓഫ് ഫ്രീഡം, മീൻ സ്ക്വയർ, ഇത്രയും കാര്യങ്ങളാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മൾ അനോവ പറഞ്ഞിട്ടുണ്ട് 2 രീതിയിലാണ് വേരിയൻസ് കാണുന്നത്, ബിറ്റ്വീൻ സാമ്പിളും വിത്തിൻ സാമ്പിളും. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണേ വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ സം സ്ക്വയർ ബിറ്റ്വീൻ സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്യും എസ് എസ് സി എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എസ് എസ് സി കിട്ടിയിട്ടുള്ള വാല്യൂ എന്ത് ചെയ്യണം ഈ കോളത്തിൽ പോസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എസ് എസ് സി എത്ര കിട്ടിയിട്ടുണ്ട് 190 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വിത്തിൻ സാമ്പിളിൽ നമ്മൾ എന്ത് ചെയ്യും എസ് എസ് ഇ എന്നുള്ളൊരു വേരിയൻസ് അല്ലെങ്കിൽ ഒരു സിമ്പിളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പൊ വിത്തിൻ സാമ്പിൾ എസ് എസ് ഇ എന്നുള്ളതാണ്. അപ്പൊ അവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം പോസ്റ്റ് ചെയ്യും. ഓക്കെ, ടോട്ടലിന് നമ്മൾ എന്ത് ചെയ്യും എസ് എസ് ടി എന്നുള്ളൊരു കൺസിഡറേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എസ് എസ് ടിയില് 330 എന്നുള്ള വാല്യൂ ചെയ്തു ഇവിടെ പോസ്റ്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 വാല്യൂം കൂടി ടോട്ടൽ ചെയ്താൽ എന്തിന് ഈക്വൽ ആവണം 330 ഈക്വൽ ആവണം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഓക്കെ, ഇവിടെ ഓരോന്നിനും ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ സി മൈനസ് 1 ആണ്. സി മൈനസ് എന്നുണ്ടെങ്കിൽ നമ്മളെ ക്വസ്റ്റനിൽ കോളത്തിന്റെ എണ്ണം നോക്കുക, 3 കോളമാണ്. 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാല് എൻ മൈനസ് സി എന്നുള്ളൊരു സിമ്പിൾ ആണ്. എൻ എന്ന് പറഞ്ഞെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷന്, സി എന്നാണ് കോളം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷന് 15 ആണ്. നമ്മുടെ കോളം 3 ഈസ് ഈക്വൽ ടു 12. ഓക്കെ, നെക്സ്റ്റ് എസ് എസ് ടിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ മൈനസ് 1 ആണ്. അതായത് 15 മൈനസ് 1 ഈസ് ഈക്വൽ ടു 14 എന്നുള്ളൊരു വാല്യൂ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എസ് എസ് സിന്റെയും എസ് എസ് ഇയുടെയും ഡിഗ്രി ഓഫ് ഫ്രീഡം കൂട്ടിയാൽ എന്തിന് ഈക്വൽ ആയിരിക്കണം എസ് എസ് ടിയുടെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി. നെക്സ്റ്റ് കാണുന്നത് മീൻ സ്ക്വയർ ആണ്. അപ്പോ എസ് എസ് സിന്റെ മീൻ സ്ക്വയർ എന്ന് പറഞ്ഞാല് എം എസ് സി ആണ്. അതായത് മീൻ സ്ക്വയർ ഓഫ് കോളം എന്ന് പറയും. ഈസ് ഈക്വൽ ടു എസ് എസ് സി ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എസ് എസ് സി 190 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 190 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാല് 95 എന്നുള്ളൊരു വാല്യൂ കിട്ടും. അതാണ് ഇവിടുത്തെ എം എസ് സി. ഓക്കെ, നെക്സ്റ്റ് കാണേണ്ടത് എസ് എസ് ഇയുടെ മീൻ സ്ക്വയർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും എം എസ് ഇ എന്നുള്ളൊരു രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക. എം എസ് സി ഈസ് ഈക്വൽ ടു എസ് എസ് ഇ ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ എസ് എസ് സി കിട്ടിയിട്ടുണ്ട് 140 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം 12 0.67 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഇതോടുകൂടി ഈ ഒരു ടാബിൾ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് കാണുന്നത് എഫ് റേഷ്യോ ആണ്. ഓക്കെ, എഫ് റേഷ്യോ ഈസ് ഈക്വൽ ടു വേരിയൻസ് between sample divided by variance within sample. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് കിട്ടിയ വാല്യൂ എന്ത് ചെയ്യാം പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ഇക്വേഷൻ എന്ത് ചെയ്യാം ഉപയോഗിക്കാം. ഗ്രേറ്റർ വേരിയൻസ് ഡിവൈഡഡ് ബൈ സ്മോൾ വേരിയൻസ് എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും. രണ്ടായാലും സെയിം രീതിയാണ് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്തേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. 95 ഡിവൈഡഡ് ബൈ 11.67 ഈസ് ഈക്വൽ ടു 4 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഈ കിട്ടിയ വാല്യൂ ആണ് നമ്മുടെ അനോവ കാൽക്കുലേറ്റഡ് വാല്യൂ.
ഓക്കെ, അനോവ കാൽക്കുലേറ്റർ വാല്യൂ ആണ് 8.14. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ടേബിൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ രണ്ട് വാല്യൂ, ഇവിടെയുള്ള രണ്ട് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഓൾറെഡി തന്നിട്ടുണ്ട്. ഗ്രേറ്റർ വേരിയൻസ് ഏതാണോ അതിന്റെ വാല്യൂവിനെ V1 ആയിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സ്മോളർ വേരിയൻസിനെ V2 ആയിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അപ്പൊ V1 വാല്യൂ V1 = 2, V2 = 12. രണ്ട് വാല്യൂ കിട്ടി. ഈ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഫ് ടാബിളില് 5% ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം സിഗ്നിഫിക്കന്റ് ലെവൽ പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ, 5% സിഗ്നിഫിക്കന്റ് ലെവലാണ് എടുക്കുന്നത്. അപ്പൊ അതില് നമ്മൾ ടേബിൾ വാല്യൂ എന്ത് ചെയ്യണേ, ഫൈൻഡ് ഔട്ട് ചെയ്യണേ. ഇവിടെ നമ്മൾ ടേബിൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണേ. V1 2 V2 12 കോമൺ ആയിട്ട്, അതായത് ഇന്റർസെക്ട് വരുന്ന വാല്യൂ ആണെന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ടേബിൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് 5% സിഗ്നിഫിക്കന്റ് ലെവലിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വാല്യൂ എടുക്കേണ്ടത്. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം പ്രകാരം നമുക്ക് ടേബിൾ വാല്യൂ 3.89 എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. 3.89 എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. 3.89. ഓക്കെ, ടേബിൾ വാല്യൂ കിട്ടി 3.89ഉം കാൽക്കുലേറ്റർ വാല്യൂ കിട്ടിയിട്ടുണ്ട് 8.14. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണേ, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരേ. ഇവിടെ കാൽക്കുലേറ്റർ വാല്യൂ വലുതും ടേബിൾ വാല്യൂ ചെറുതുമാണ്. ആ ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ എന്ത് ചെയ്യണേ, ഈ ഒരു ഐപോസ് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത ഉള്ള ഐപോസിന് എന്ത് ചെയ്യണേ, റിജക്റ്റ് ചെയ്യാണ്. അതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് വൺ വേ അനോവ ചെയ്യാനുള്ള ക്രൈറ്റീരിയ. ഷോർട്ട് കട്ട് മെത്തേഡ് പ്രകാരം അല്ലെങ്കിൽ കറക്ഷൻ ഫാക്ടർ മെത്തേഡ് പ്രകാരം വൺ വേ അനോവ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഇത്രയാണ്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ അനോവ ടേബിൾ ആണ്. ഈ ടേബിളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. ഈ ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സ്റ്റെപ്സ് ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വൺ വേ അനോവയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ.